പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 29 വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഈ മാസത്തിന്റെ 5ാമത്തെയും അവസാനത്തേതുമായ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. 1 Corinthians chapter 1 verse 9 നാം ഇങ്ങനെ വായിക്കുന്നു: തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി ലഭിച്ചിരിക്കുന്നത്. കൊരിന്ത് സഭ എല്ലാം കൊണ്ടും പ്രശസ്തമാണ്. ആ പ്രദേശം അന്നത്തെ മേഖലയിലെ വാണിജ്യ മേഖലയിലും മറ്റ് സാംസ്കാരിക സാമ്പത്തിക മേഖലകളിലും ഉയർന്നു നിന്നു. ആ പ്രദേശത്തിന്റെ പലവിധ പോരായ്മകൾ അന്നത്തെ കൊരിന്ത് സഭയിലും ഉണ്ടായിരുന്നു. അവയ്ക്കെതിരെ പൗലോസ് വളരെ ശക്തമായി ദൂത് പറയുന്നു, ഉപദേശിക്കുന്നു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ അവരെ, അതായത് കൊരിന്ത് സഭയെ എന്തിനാണ് ദൈവം വിളിച്ചത്? ഈ സഭയിൽ കൂടെയുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണ്? പറയുകയാണ്, നിങ്ങൾക്ക് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പണമുണ്ട്, വാണിജ്യ മേഖലയുണ്ട്, സാംസ്കാരികമായും പൈതൃകമായും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്കില്ലാത്ത ഒന്നുണ്ട്: ദൈവവുമായിട്ടുള്ള ബന്ധം, കൂട്ടായ്മ. ആ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ കൃത്യമായി അറിഞ്ഞ് നമ്മെ ഈ ഭൂമിയിലേക്ക് ജനിക്കുവാൻ അവസരം തന്ന് ഇതുവരെ പോറ്റിപ്പുലർത്തിയ ദൈവം താനുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനും കൂട്ടുകൊടുത്തു. ദൈവവും മനുഷ്യനുമായി എന്നും ഒരു വലിയ കൂട്ടായ്മ, ഒരു വലിയ ഫെലോഷിപ്പ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. വചനം നാം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തില്, വെയിലാറുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ അവരോട് കൂടെ പങ്കിടുന്ന, അവരോട് കൂടെ സമയം ചിലവഴിക്കുന്ന ഒരു സ്വർഗീയ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടായിരുന്നു. അത് മനുഷ്യനാണ് നഷ്ടപ്പെടുത്തിയത്. ആ നഷ്ടപ്പെട്ട കൂട്ടായ്മ പുനരാരംഭിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഓമന കുമാരനെ യാഗമാക്കി അതിലൂടെ ആ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വെള്ളിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒത്തിരി കൂട്ടായ്മകളും കൂട്ടങ്ങളും കൂടുന്നവരാണ്. പല വിധങ്ങളിലുള്ള കൂട്ടായ്മകളുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടി 10ാം ക്ലാസ്സിലേത്, 12ാം ക്ലാസ്സിലേത്, അല്ലെ പ്രീ ഡിഗ്രി, ഡിഗ്രി എന്ന് വേണ്ട, ഒരു പ്രാവശ്യം കണ്ടവരെ പോലും ബന്ധപ്പെടുവാനുള്ള ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. അങ്ങനെ പോകുന്നു കൂട്ടായ്മകളുടെ അതിര് കവിഞ്ഞ മേഖലകളും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ,
നമ്മെ പോറ്റി പുലർത്തിയ ഇന്നും പരിപാലിക്കുന്ന ദൈവവുമായി നമ്മുടെ കൂട്ടായ്മ എപ്രകാരമുണ്ട്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല സെക്യൂരിറ്റി ഓഫീസർ, നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വാഹനം, നമുക്കുള്ളത്, ഇവയൊക്കെ സംരക്ഷിക്കുന്ന നല്ലൊരു പ്രൊട്ടക്ഷൻ ഓഫീസർ, ഒരു നല്ല സെക്യൂരിറ്റി ഗാർഡ്. ഇതിനപ്പുറം ഈ ദൈവം നമുക്കാരാ? നമ്മുടെ രോഗം മാറ്റുവാൻ പ്രാർത്ഥിക്കുന്നു, പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു, ശരിയാണ്. പക്ഷെ ഇതിനപ്പുറം ഞാനും എൻ്റെ ദൈവവുമായി വ്യക്തിപരമായുള്ള ബന്ധം എന്താണ്, കൂട്ടായ്മ എന്താണ്, ഫെലോഷിപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, അതെ, ഞാനും എൻ്റെ ദൈവവുമായി വ്യക്തിപരമായ കൂട്ടായ്മയുണ്ട്. അങ്ങനെയുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. നമ്മളാണ് സാഹചര്യമനുസരിച്ച് ദൈവത്തെ കളഞ്ഞിട്ട് പോകുന്നത്. നമുക്കൊരാവശ്യം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പ്രാർത്ഥന വേണം, പ്രാർത്ഥനക്കാർ വേണം, കൂട്ടായ്മ വേണം, പള്ളി വേണം, ഫെലോഷിപ്പ് വേണം, ഒക്കെ ശരിയാ. പക്ഷേ ബുദ്ധിമുട്ടൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ദൈവകൃപയാൽ ദൈവം മാറ്റി. അല്പം ഒന്ന് കാര്യങ്ങൾ നേരെയാകുമ്പോൾ നാം ഇതെല്ലാം അങ്ങ് മറക്കും. ഓക്കെ, ആളുകളെ മറന്നോട്ടെ, സഭയെ മറന്നോട്ടെ, ദൈവത്തെ മറക്കാമോ? ഇതല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്? എന്നാൽ അങ്ങനെ മറക്കരുത്. കാരണം ലോക സ്നേഹം ആൾക്കാർ സാഹചര്യമനുസരിച്ച് സ്നേഹിക്കുകയും വിട്ടുകളയും ചെയ്യുമ്പോൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിൽ തള്ളിക്കളയുന്ന ദൈവമല്ല. ആ ഉറപ്പോടെ ദൈവത്തിൽ നാം ആശ്രയിക്കണം. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നോ, വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നോ, അതെ, ഇനിയും ഒരു ദിവസം കൂടെ മാത്രമേ മുൻപിലുള്ളൂ. നവംബർ മാസത്തിൽ നടക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മുൻപിലുണ്ട്. ചില സാമ്പത്തിക ഇടപാടുകൾ, നിയമത്തിന്റെ പ്രശ്നങ്ങൾ, ചില യാത്രകൾ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ എന്ന് വേണ്ട നീണ്ടുപോകുന്നു പട്ടികകൾ. ഞാൻ പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുമ്പോൾ തമ്പുരാൻ അതിന്മേൽ ജയമെടുക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ആ വലിയ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് തമ്പുരാൻ വിളിച്ചിരിക്കുന്നു. അതാണ് നാം ഓർക്കേണ്ടത്. അതെ, നമുക്ക് കൂട്ടായ്മയുള്ളത് ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാണ്. അല്ലാതെ ഈ ലോകത്തിലെ ഒരു വ്യക്തിയോടോ, ഒരു സഭയോടോ, ഒരു കൂട്ടായ്മയോടോ, കൂട്ടായ്മ നേതൃത്വത്തോടോ അല്ല. അതുകൊണ്ട് ദൈവത്തോട് കൂട്ടായ്മയുള്ളവർ കൂട്ടായ്മ കൂടി തന്നെ പോകണം. ഒരിക്കലും പിന്മാറരുത്, പതറരുത്, ചോദ്യം ചെയ്യരുത്. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളുമായി, വിഷമങ്ങളുമായി, കണ്ണുനീരിന്റെ അനുഭവമായി ഇന്ന് ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നവരാണോ? നിങ്ങളുടെ വേദനയും സങ്കടത്തെയും വിഷമത്തെയും മാറ്റുവാൻ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. ആ കൂട്ടായ്മയുടെ അംഗമായി ദൈവകൃപ അനുഭവിച്ച് വിശ്വസ്തനായ ദൈവത്തെ ഏത് സാഹചര്യത്തിലും സാക്ഷിപ്പാൻ, ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 5-ാമത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ചയിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചു. ഓരോ ദിനവും അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം. കൊരിന്ത് സഭയോട് പൗലോസ് പറയുന്നു,
നിങ്ങളെ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ വലിയ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ഒരു വ്യക്തിയോ കൂട്ടമോ സഭയോ കൂട്ടായ്മയോ ഒന്നുമല്ല, സ്വർഗീയ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പ വേദനയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെ അവസ്ഥകളിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്, പിറുപിറുത്തിട്ടുണ്ട്, പിന്മാറിയിട്ടുണ്ട്, വിശ്വാസ ജീവിതത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അവയെല്ലാം ഹൃദയം തുറന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം. അതുകൊണ്ട് ഇന്നത്തെ ദിനം വിടുതലോടെ അനുഗ്രഹത്തോടെ ഞങ്ങളെ പരിപാലിക്കണം. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്ത സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളെയും സഹായിക്കണം. വചനം കേട്ട് തലകളെ വണക്കി പ്രാർത്ഥിക്കുന്നതിന്റെ മക്കളെ ഏവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി സ്വർഗീയ കൃപയിൽ ഞങ്ങളെ നടത്തണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. ആ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതെ, ഇന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത നിരവധി അനവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനെല്ലാം മറുപടി തരുവാനും വിജയശ്രീലാളിതരായി ധന്യമായ ജീവിതം നയിക്കുവാനും നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. നമ്മെ പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനാ. കാരണം എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം വിശ്വസ്തനാ. ആ വിശ്വസ്തനായ ദൈവം ഇന്നത്തെ ദിനം സകല സ്വർഗീയ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിഞ്ഞ് എല്ലാ നന്മകളാലും നിറച്ച് ദൈവകൃപയോടെ ഏവരെയും നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.